ലോൺ അപ്രൂവ് ആയതിനു ശേഷവും പൈസ കിട്ടാത്ത സിറ്റുവേഷൻ അങ്ങനെ വരാറുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഒരു കസ്റ്റമർ ലോൺ അപ്ലൈ ചെയ്തു, അല്ലെങ്കിൽ ലോണിനുള്ള എലിജിബിലിറ്റി ഉണ്ട്, സിവിൽ സ്കോർ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. ക്രെഡിറ്റ് അത് അപ്രൂവ് ചെയ്തു, 5 lakhs എന്റെ ഓർമ്മയാണ്, 5 lakhs സംതിങ് അത് അപ്രൂവ് ചെയ്തു. പക്ഷെ കസ്റ്റമറുടെ ഫീൽഡ് വിസിറ്റ് റിപ്പോർട്ട് ഫെയിലിയർ ആയി. അതായത് കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർ തന്ന അഡ്രസ്സിലല്ല താമസിക്കുന്നത്. ആ കേസിൽ നമുക്ക് ലോൺ കൊടുക്കാൻ പറ്റില്ല. ഈവൻ കസ്റ്റമർ അത് റിലേറ്റീവിന്റെ വീടാണ് അങ്ങനെ പറഞ്ഞാൽ പോലും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സാധനം റിജക്ട് ആയി പോകുന്നത്. അപ്പൊ ആ റിപ്പോർട്ട് ഫെയിലിയർ, അതായത് ബാങ്കിന്റെ FI റിപ്പോർട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോൺ ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഫീൽഡ് വിസിറ്റിന്റെ ബേസിലും അതുപോലെ തന്നെ ചിലവര് കുറച്ചുകൂടി ഹ്യൂജ് നമ്പർ അപ്രൂവൽ വാങ്ങിയിട്ട് അവർക്ക് ആവശ്യമുള്ളത് കസ്റ്റമർ അങ്ങനെ ഡിസൈഡ് ചെയ്യുന്ന കേസുകളുണ്ടാവും. എനിക്ക് ഒന്നുകൂടി വ്യക്തമാക്കാം. അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഒരു 35 lakhs അവർ ചോദിക്കുകയും പിന്നീട് അവരുടെ ആവശ്യങ്ങൾ കുറച്ചിട്ട് ഇത്രയും എമൗണ്ട് ആവശ്യമില്ല, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യുന്നത് തെറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ എലിജിബിലിറ്റി 10 ലക്ഷമാണ്, നിങ്ങൾ 10 ലക്ഷം അപ്ലൈ ചെയ്തു, 10 ലക്ഷം അപ്രൂവ് ആയി. പക്ഷെ നിങ്ങൾക്ക് വേണ്ട 50,000 എടുത്താൽ മതി, അതിന് കുഴപ്പമില്ല. രണ്ട് സിറ്റുവേഷൻസും വരാം. നമുക്ക് അപ്രൂവ് ആയിട്ട് ഡിസ്പേഴ്സ് ചെയ്യാൻ പറ്റാത്തതും, അപ്രൂവ് ആയിട്ട് കസ്റ്റമർ വേണ്ടാന്ന് വെച്ച് എമൗണ്ട് കുറയ്ക്കുന്ന സിറ്റുവേഷനും, കസ്റ്റമർ വേണ്ടാന്ന് വെക്കുന്ന സിറ്റുവേഷനും ഇതിൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സിനാരിയോ നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു എക്സ്പ്ലനേഷനിലൂടെയാണ്. ഇനിയും ഒരു കോമൺ ലെവലിന് അറിയേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അറിയാനായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കമന്റ് ബോക്സിലും ലൈവ് ആക്കുക. അതുപോലെ തന്നെ കൂടുതൽ അറിയാൻ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൾ ചെയ്യുക. താങ്ക് യു.